എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കിയാലോ. അതിനായിട്ട് 2 വലിയ സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 6 പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം പാൻ ചൂടാകുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില്ലി ചിക്കനിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ചിക്കൻ പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഓപ്പൺ ഹൗസിലേക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ചിക്കനാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഇനി ആ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. ഇനി ഇത് വെള്ളം വറ്റി അതൊന്ന് ഫ്രൈ ആയി വരുന്നതാണ് അതിൻ്റെ പാകം. നമുക്ക് വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ള പീസസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ പീസസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ സോസും ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ചിക്കൻ പീസസിലോട്ടൊക്കെ ഈ സോസൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് വരണ്ട് വരണം. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്,
ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് 2-3 മിനിറ്റ് മിക്സ് ചെയ്ത പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാനിവിടെ കട്ടിയിൽ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂബ്സായിട്ട് അരിഞ്ഞിടാം. ക്യാപ്സിക്കോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചില്ലി ചിക്കൻ്റെ ഒരു ഈസി വേർഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസോ ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് വലിയ ഗ്രേവിയുടെ ആവശ്യമില്ല. ചില്ലി ചിക്കൻ ജസ്റ്റ് ഈ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിയൊക്കെ ഒരു ആവശ്യത്തിന് വെന്ത് നന്നായിട്ട് കുറുകി വരും. നല്ല ടേസ്റ്റാണ് ഈ ചില്ലി ചിക്കന്. എല്ലാവരും ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.